ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇത് ഇന്ന് എടുത്തതല്ല, ഇന്നലെ രാവിലെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് പിന്നെ അവധിയൊക്കെ അല്ലേ, ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് അവധി ആയതുകൊണ്ട് കാശിക്കൂട്ടനൊക്കെ അവധിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും പിന്നെ ലീവ് ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നലെ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനായിട്ടും ലഞ്ചൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ബീട്രൂട്ട് വിഴുക്ക് വരട്ടി വെച്ച്, പിന്നെ ഒരു സാലഡും പിന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയുള്ളൂ. കാശിക്കുട്ടിന് വേണ്ടിയിട്ടും സ്നാക്സ് ആയിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങും കൂടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴുകി എടുത്തായിരുന്നു. പിന്നെ എല്ലാം കൂടെ കുഞ്ഞു വീഡിയോ അല്ലേ, അതുകൊണ്ട് എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൃത്തിയായിട്ട് കഴുകിയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാലഡിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് തൈരും പിന്നെ സവാളയും തക്കാളിയും ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞെടുത്തു, പിന്നെ ബീട്രൂട്ട് അരിഞ്ഞെടുത്തു, പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് വരട്ടാം. അതൊക്കെ ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ടിട്ട് അരിഞ്ഞു വെച്ച് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കുക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ ലഞ്ച് ബോക്സിലോട്ട് ചോറിട്ടു, പിന്നെ വിഴുക്ക് വരട്ടി വെച്ചു, പിന്നെ മീൻ വറുത്തത് വെക്കുന്നുണ്ട്, പിന്നെ ചമ്മന്തിയും കൂടെ വെക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ പാത്രത്തിലായിട്ട് സാലഡും കൂടെ എടുത്തു. പിന്നെ കാശിക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് കാശിയുടെ പാത്രത്തിലോട്ടും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. എനിക്കുള്ള വെള്ളം ഞാൻ പിന്നാണ് എടുത്തത്. കാശിക്കുട്ടൻ്റെ വെള്ളം ഇപ്പോഴും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.